കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ ചില ചാണകങ്ങൾ വാല് പൊക്കുന്ന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതായത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തമ്മിലടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ ചാണകങ്ങൾക്ക് വന്ന് മെഴുകാൻ കഴിയുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്കൊന്ന് നോക്കൂ, നിങ്ങൾ ബംഗാളിലേക്കൊന്ന് നോക്കൂ. അധികാരം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാരെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുക. കടകൾ കയറി മോഷണം, അടിച്ച് പൊളിക്കൽ, എന്തൊക്കെ വൃത്തികേടാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മുഴുവൻ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇമാതിരി കൂതറകൾ അവിടെ ഉള്ളപ്പോഴാണ് ഇവിടെ കിടന്നിട്ട് കുരയ്ക്കുന്നത് അല്ലേ? ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടന്നു. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കടിപിടികളൊക്കെ ഉണ്ട് എന്ന കാര്യം തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ എന്ത് യോഗ്യതയാണ് ബി ജെ പിക്കാർക്കുള്ളത്? റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസ് എന്തായാലും ജയിച്ചു അല്ലെ? കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ മെയിൻ സ്ട്രീം ചാനൽസിൽ കുറച്ച് ന്യൂസ് കണ്ടതാണ്. അവരുടെ CM ആകാൻ വേണ്ടിയുള്ള ഒരു അടി, അതിൽ തന്നെ സത്യം പറഞ്ഞ തർക്കം. അത് മാത്രമല്ല, അവരുടെ ഈ നേതാക്കളുടെ ഫ്ലെക്സുകൾ പല സ്ഥലത്തും അവരുടെ തന്നെ പ്രവർത്തകര് വലിച്ചു കീറുന്നതായിട്ടും കണ്ടു. സത്യം പറഞ്ഞ പുച്ഛം തോന്നി, കഷ്ടം തന്നെ തോന്നി, പരമകഷ്ടം. എത്ര വോട്ടിനാണ് നീ ജയിച്ചത്? 10 ലക്ഷം വോട്ടിനോ? അത് 5 ലക്ഷം വോട്ടിനോ? എടാ, തോറ്റ് തുന്നമ്പാടി ഇങ്ങനെ വന്ന് ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ എങ്ങനെ തോന്നടാ? കുണ്ടറ ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ കാണാറുണ്ടെന്ന് പറഞ്ഞത്. കുണ്ടറ വഴിയിലൂടെ പോകുമ്പോ കാണാറുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് ഇലക്ഷന് നിന്നിട്ട് ഊളത്തരം പറഞ്ഞിട്ട് തോറ്റ് ആയി പോയതല്ലേ നീ? നിനക്ക് എന്ത് യോഗ്യതയാണല്ലോ ഈ വിഷയത്തിൽ സംസാരിക്കുക? നിന്നോടൊക്കെ റെസ്പെക്ട് ഉണ്ടായിരുന്ന ഒരു ടൈമിലൊക്കെ അതൊക്കെ പോയി മോനെ. നീ ചാണകത്തിൽ വീണ അന്ന് മുതൽ നീ പറയുന്ന പൊട്ടത്തരങ്ങൾ കണ്ടുകൊണ്ട് വെറുത്തു പോയി മോനെ. ഇവിടെ നീ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടാണ് ഇത് പറഞ്ഞ ഒരു രസം ഉണ്ട് നോക്ക. ഇലക്ഷനിൽ നിന്ന് 8 നില പൊട്ടിയിട്ട് കിടന്ന് ഡയലോഗ് അടിക്കുന്നു. നാണം ഉണ്ടോടാ റോബിനെ? എന്തായാലും നമ്മള് BJP-കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, മനസ്സിലായില്ലേ? നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഒറ്റക്കെട്ടൊക്കെ ഞങ്ങൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളേലുള്ള ഒരു പ്രശ്നമല്ല, നിങ്ങളിലുള്ള ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിത്തല്ലല്ല, ഇതാണ്. മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചെന്നാ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് പഠിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചാണകത്തിൽ വീണവനാണ് കോഴിക്കോട്ടൻ ചവിട്ടിയവനോട് കുറ്റം പറയുന്നത്. എന്തുവാടേ ഞാൻ പറയണ്ടേ? ക്വാഡികൾക്ക് വന്നിൽ നിന്നും ഒരു 25 ലക്ഷം കൂടി മറക്കണം, ഞാൻ പുണ്യപ്രവർത്തി ചെയ്യാനൊന്നും വന്നതല്ല എന്ന് പറഞ്ഞിട്ട് BJP-യുടെ അകത്താണ് തമ്മിത്തല്ലുള്ളത്. ഞങ്ങൾ ഉള്ളിയാണ് തിന്നത്, ബീഫ് അല്ല തിന്നത്. എന്നിട്ട് അതിനെ വാദിക്കാൻ വേണ്ടി ഡയലോഗ് മറ്റു സൈഡിൽ അടിക്കുന്നു. എടാ, അതൊന്നും കൂടാതെ നിങ്ങൾ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വർണമോ ഇതൊക്കെ കട്ടു എന്ന് BJP-യിലുള്ള പ്രവർത്തകൻ തന്നെ നമ്മളെ തോക്കുസ്വാമി എന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പൊ അത്ര വലുതൊന്നല്ല തോന്നുന്നു ഇത്. സ്വാഭാവികമായി അധികാരത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള തല്ലും വെക്കാനൊക്കെ തന്നെയാണ് ഇത്. അത് നീ ആ രീതിയിൽ മാറ്റി വളക്കേണ്ട മോനെ. നിന്റെ രാഷ്ട്രീയ പാർട്ടി എന്താ കാണിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അഭിമാനത്തോടെ എനിക്ക് പറയാം, ഞാനൊരു BJP-കാരനാണ്. അല്ലാതെ ഈ പറഞ്ഞ പ്രവർത്തകര് ലീഡേഴ്സിന്റെ ഫ്ലക്സും കാര്യങ്ങളെല്ലാം വലിച്ചു കീറുന്ന രീതിയിൽ അത്രയും തഴുന്നാർന്ന ഒരു പാർട്ടിയിലല്ല ഞാൻ എന്നുള്ളത് എനിക്ക് സന്തോഷപൂർവ്വം പറയാം. അപ്പം ഇത് ആർക്കെങ്കിലും ഇത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഇത് പരമമായ സത്യം മാത്രമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അല്ലെ, ഇന്നത്തെ ന്യൂസ് ചാനൽസിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ലെ? മോശമായിട്ടുള്ളൊരു കാര്യം, മോശം 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 മോശം. എടാ, ഇവര് ഫ്ലെക്സ് വലിച്ചു കീറിയെന്ന് കൂട്ടുക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി തന്നെ കൂട്ടുക. എന്നാൽ പോലും ബംഗാളിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കൂതർത്തരം കാണിക്കുന്നുണ്ട്, ത്രിപുരയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ കൂതർത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തിനു പറയുന്നത്? രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി കാണിച്ച കൂതർത്തരങ്ങളൊക്കെ ഇവിടെയുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഭയങ്കര മോശമായി തോന്നിയത്രേ. ഇതൊക്കെ സത്യസന്ധമായ കാര്യമാണെന്നാണ് അവൻ പറയുന്നത്. എങ്ങനെയാണെങ്കിൽ നിനക്ക് കുരു പൊട്ടാനുള്ള ഒരു സാധനം കാണിച്ചു തരാം. ബംഗാളിൽ നടക്കുന്നതാണേ. അധികാരം കിട്ടിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക, കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കലാപം പുറപ്പെട്ടിരിക്കുകയാണ്. നീ ഇതിനെക്കുറിച്ചൊന്നും പറയണം കേട്ടോ. കുറെ കാലമായല്ലോ ചാണകത്തിൽ കിടന്ന് ഉരുളുന്നത്. നീ ഇതൊന്ന് പറയണേ, എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്. ബംഗാളി മാത്രമല്ല, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് വ്യക്തമായിട്ട് അറിയാം. എന്തിനു പറഞ്ഞു, യോഗിയിലൊക്കെ ഇവരൊരു ഡിജിറ്റൽ മീറ്റർ നടപ്പിലാക്കി കേട്ടോ. ഇന്ന് വരെ ഇല്ലാത്ത അത്രയും കറണ്ട് ബില്ല വരുന്നത്. എന്നിട്ടോ കറണ്ടോ തോന്നിയ പോലെ വരും ചെയ്യും. 10 മണിക്കൂറൊക്കെ എത്ര പവർ കിട്ട്. ആ ഒരു നാട്ടിൽ എന്റെ കോമഡി ഒന്ന് കാണണം മക്കളെ. മീറ്റർ മുഴുവൻ BJP-യുടെ ഓഫീസിന് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് ആളുകൾ. അവിടെ വലിയ രീതിയിലുള്ള ഊളത്തരം കാണിച്ചിട്ടുണ്ട്. നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
കേരളത്തിലെ അത്തരത്തിൽ വല്ല പ്രശ്നമുണ്ട് എന്റെ പൊന്നു ബ്രോ?